ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ്സും സോഷ്യോളജി ആൻഡ് എക്കണോമിക്സുകാരുടെ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ 6ാമത്തെ ബ്ലോക്കിലെ, അതായത് ലാസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളിൽ എഴുതി അറിയിക്കുക. അപ്പോൾ പെയ്ഡ് നോട്ട്സ് ഉണ്ട്, മലയാളം നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം. വാട്സപ്പിൽ വരുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ 6ാമത്തെ ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് സോഷ്യൽ ഐഡൻറ്റിറ്റീസ് എന്നാണ്. അതിൽ നമുക്ക് ആദ്യം വരുന്നത്, പ്രധാനമായിട്ടും നമുക്ക് ആദ്യം വരുന്നത് 1990കളുടെ തുടക്കത്തിൽ നടപ്പിലാക്കിയ ലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ വളർച്ചയും വികസനവും എങ്ങനെയാണ് സ്വാധീനിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം തുടങ്ങിയ നയങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാന വശങ്ങൾ ഏതൊക്കെയാണെന്ന്: ലൈസൻസ് രാജ്യപരിഷ്കരിക്കൽ. ഫസ്റ്റ്, വ്യവസായങ്ങൾ നിയമങ്ങൾ ലഘൂകരിച്ചു അതിലൂടെ. രണ്ടാമത്തത്, സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകപ്പെട്ടു. അത് പൊതുമേഖലയുടെ ഒറ്റയ്ക്കുള്ള ആധിപത്യം കുറച്ചു. മൂന്നാമത്, നേരിട്ടുള്ള വിദേശ നിക്ഷേപം, FDI അനുമതി കൊടുത്തു എന്നുള്ളതാണ്. അതിലൂടെ പുതിയ വിദേശ നിക്ഷേപങ്ങൾ സ്വാഗതം ചെയ്തു. പിന്നെ വാണിജ്യ നികുതി പരിഷ്കരിച്ചു. ഇറക്കുമതി കയറ്റുമതി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. ഉദാരവൽക്കരണത്തിന് ശേഷം ഇനി ഇന്ത്യയിൽ എന്തെല്ലാം വളർച്ച, എന്തൊക്കെ ഉദാരവൽക്കരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. ഇനി ഉദാരവൽക്കരണത്തിന് ശേഷം എന്തെല്ലാം വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തത്, വ്യത്യസ്ത മേഖലയിൽ ഉണ്ടായ ഉണർവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വ്യവസായം, സേവന മേഖലയിൽ, IT, ടെലികോം, ബാങ്കിങ്, ധനകാര്യ മേഖലയിൽ വൻ വളർച്ച ഉണ്ടായി. കൃഷി നേരിയ പുരോഗതി മാത്രമേ നേടിയിട്ടുള്ളൂ. എന്നാൽ സംഖ്യാപരമായിട്ട് മറ്റു മേഖലകളെക്കാൾ കൃഷിയിൽ ഉണ്ടായ പുരോഗതി കുറവാണ്. രണ്ടാമത്തത്, മൂലധന ആകർഷണവും സമ്പത്ത് സൃഷ്ടിക്കലുമാണ്. വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിച്ചു നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫോസിസ്, TCS, വിപ്രോ പോലെയുള്ള കമ്പനികൾ ആഗോള വിപണിയിൽ മുന്നേറാൻ തുടങ്ങി. പിന്നെ ഇന്ത്യൻ മൂലധന വിപണികൾ ശക്തിപ്പെട്ടു. ഉദാഹരണം BSE, അതുപോലെ NSE തുടങ്ങിയ വിപണികൾ ശക്തിപ്പെട്ടു. പിന്നെ തൊഴിൽ സാധ്യതകളും ഉപഭോഗ സംസ്കാരത്തിലെ മാറ്റങ്ങളുമാണ്. അതിൽ മൾട്ടിനാഷണൽ കമ്പനികൾ, MNCs എന്ന് പറയും, മൾട്ടിനാഷണൽ കമ്പനികൾ വരുന്നതോടെ ജോലി സാധ്യതകൾ വർദ്ധിച്ചു. ഉപഭോഗ വസ്തുക്കളുടെ വിപണി വളരെ വിപുലമാവുകയും ചെയ്തു. പിന്നെ മധ്യവർഗത്തിൻ്റെ വളർച്ചയാണ് 4ാമത്തൊരു മാറ്റം എന്ന് പറയുന്നത്. ഉപഭോഗ ശക്തിയും ആവശ്യകതയും ഉയർന്നു. ഉപഭോക്തൃ വിപണി ശക്തമായി. അതുപോലെ വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിൽ സ്വകാര്യവൽക്കരണം അതിവേഗം നടന്നു. വ്യാവസായിക, സാമൂഹിക വെല്ലുവിളികളും ആ കാലഘട്ടത്തിൽ നേരിട്ടു. ഇനി ആ കാലഘട്ടത്തിൽ നേരിട്ട വ്യാവസായിക, സാമൂഹിക വെല്ലുവിളികളെക്കുറിച്ചാണ്. സ്വകാര്യവൽക്കരണം വർദ്ധിച്ചതോടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് അവസരങ്ങൾ കുറഞ്ഞു. അത് പൊതുമേഖലയുടെ കൈകളിലല്ലല്ലോ, അതുകൊണ്ട്. പിന്നെ മറ്റൊന്ന് വരുന്നത്, നഗര ഗ്രാമ വ്യത്യാസം കൂടുകയും സമ്പത്തിൻ്റെ കേന്ദ്രീകരണം കുറച്ച് പേർക്ക് മാത്രം, അല്ലെങ്കിൽ കുറച്ച് പേരിൽ മാത്രമായിട്ട് മാറുകയും ചെയ്തു. നഗര ഗ്രാമ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും വ്യത്യാസം വർദ്ധിച്ചു. കാർഷിക നയ പരിഷ്കാരങ്ങൾ സാവകാശമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ടത്. സാമ്പത്തിക നയങ്ങളുടെ ദീർഘകാല പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. ഇന്ത്യ ലോകത്തിൻ്റെ പ്രധാന സാമ്പത്തിക ശക്തിയായിട്ട് മാറി. 2020കളോടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായിട്ട് മാറി. രണ്ടാമത്, ആഗോള വിപണിയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് സ്വാധീനമുണ്ടായി എന്നുള്ളത് തന്നെയാണ്. IT, ഫാർമസ്യൂട്ടിക്കൽ, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. മൂന്നാമത്തത്, സ്റ്റാർട്ടപ്പ് ബൂം ആൻഡ് ഡിജിറ്റൽ ഇന്ത്യ എന്നൊരു പദ്ധതി തുടങ്ങിയത്. 2010ഓടെ ഇന്ത്യ സ്റ്റാർട്ടപ്പുകളൊക്കെ കീഴടക്കി. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയെ സാമ്പത്തിക രീതിയിൽ വലിയ മാറ്റങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. മെച്ചപ്പെട്ട കയറ്റുമതി, വിദേശ നിക്ഷേപം, തൊഴിൽ വായ്പ എന്നിവ ലക്ഷ്യമാക്കുകയും എന്നാൽ കൃഷി, സാമൂഹിക നീതി മേഖലയിലെ വെല്ലുവിളികൾ അതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പേ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ തുടരുകയും ചെയ്തു. ഇതാണ് 91 സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള കോട്ടങ്ങൾ, അല്ലെങ്കിൽ വിവിധ മേഖലകളിലെ അതിൻ്റെ സ്വാധീനം. അത് രഹസ്യമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി രണ്ടാമത് നമ്മളോട് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്, ഉദാരവൽക്കരണ പരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ വിവിധ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള വരുമാന അസമത്വത്തെയും സമ്പത്തിൻ്റെ വിതരണത്തെയും ഏതെല്ലാം വിധത്തിലാണ് സ്വാധീനിച്ചത് എന്നുള്ളതാണ്. നോക്കുക, 1991 സ്വകാര്യവൽക്കരണ ആഗോളവൽക്കരണ പരിഷ്കാരങ്ങളിലൂടെ ഉന്നത വിഭാഗങ്ങളും വലിയ കോർപ്പറേഷനുകളും കൂടുതൽ പ്രയോജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
സാമ്പത്തിക പരിഷ്കാരങ്ങൾ മികച്ച വിദ്യാഭ്യാസം, തൊഴിൽ, മൂലധന പ്രവേശനമുള്ളവർക്ക് കൂടുതൽ പ്രയോജനം നൽകുകയാണ് ചെയ്തത്. IT, ധനകാര്യ മേഖലയിലുണ്ടായ വളർച്ചയെ തുടർന്ന് ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വൻ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായി. കമ്പനികളിലെ ഓഹരികളിലൂടെ ധനിക വർഗം കുതിച്ചുയരുകയും മൂലധനം വർദ്ധിക്കുകയും ചെയ്തു. അതേപോലെ പൊതുസംരംഭങ്ങൾ കുത്തകകളുടെ കൈവശം പോയതോടെ സമ്പത്ത് ചുരുക്കം ചില ആളുകളുടെ കൈകളിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുകയും ചെയ്തു. വലിയ കമ്പനികളും നഗര തൊഴിലവസരങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചു. പക്ഷേ ഗ്രാമീണ തൊഴിലവസരങ്ങൾ അപ്പോഴും വളർന്നില്ല. പൊതുമേഖലയിലെ തൊഴിലുകൾ കുറഞ്ഞു. സ്വകാര്യവൽക്കരണത്താലെ സുരക്ഷിത തൊഴിൽ കുറഞ്ഞു. പ്രത്യേകിച്ച് മധ്യവർഗത്തിനും താഴെയുള്ള വിഭാഗങ്ങൾക്കുമുള്ള സർക്കാർ ജോലി അവസരങ്ങൾ ഇത് കുറയാനിടവരുത്തി. കൂടുതൽ തൊഴിൽക്ഷമതയുള്ള മേഖലകളിൽ നിക്ഷേപം കുറയുകയും ചെയ്തു. നഗരങ്ങളിലെ സമ്പദ്ഘടന വളർന്നു, എന്നാൽ ഗ്രാമങ്ങൾ ഏറെ പിന്നോക്കം പോവുകയാണ് ചെയ്തത്. കൃഷി മുൻകാലത്തതിലേറെ സ്വകാര്യ നിയന്ത്രണത്തിലേക്ക് മാറിയതുകൊണ്ട് ചെറുകിട കർഷകരും പ്രയാസത്തിലായി. കൃഷിയിലെ കുറഞ്ഞ നിക്ഷേപവും കൃഷിയിലേക്കുള്ള സബ്സിഡികൾ കുറച്ചതും പുതിയ വിപണി ഘടനകൾ കൊണ്ടുവരുന്നതും ചെറുകിട കർഷകർക്കൊരു തിരിച്ചടിയായി. കടബാധ്യതയും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവും കർഷകരുടെ ആത്മഹത്യയും അതിൻ്റെയൊക്കെ എണ്ണം വർദ്ധിക്കുന്നതിനും ഇടവരുത്തി. ദളിത്, ആദിവാസി, പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ എന്നിവർക്ക് വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലകളിൽ മുൻകാലത്തേതിനെ അപേക്ഷിച്ച് അവസരങ്ങൾ കുറയുന്നൊരവസ്ഥ ഉണ്ടായി. സ്വകാര്യവൽക്കരണത്താൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മയുള്ള സേവനങ്ങൾ ധനികർക്ക് മാത്രം ലഭ്യമായി, ദരിദ്രർക്ക് അത് ലഭ്യമായില്ല. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചെങ്കിലും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകാൻ കഴിഞ്ഞില്ല. അതായത് ഒരേ ജോലി സ്ത്രീയും പുരുഷനും ചെയ്യുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഒരേ വേതനം, ഒരേ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല. പുരുഷന് അധിക ശമ്പളവും സ്ത്രീക്ക് കുറഞ്ഞ ശമ്പളവുമാണ് നൽകിയിരുന്നത്. സ്ത്രീകൾക്ക് പലപ്പോഴും വേതനം കുറവായിരുന്നു. ആഗോളവൽക്കരണത്താൽ വിദേശത്ത് ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് തൊഴിലവസരങ്ങൾ ലഭിച്ചു. ചില്ലറ വിപണി, നിർമ്മാണം, അതുപോലെ കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങൾ ഒരിക്കലും മെച്ചപ്പെട്ടതുമില്ല. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു. ഉന്നത വിദ്യാഭ്യാസ ചെലവ് വർദ്ധിച്ചതുകൊണ്ട് ഉന്നത പഠനത്തിന് സമ്പന്ന വിഭാഗങ്ങൾക്ക് മാത്രം അവസരം ലഭിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് സർക്കാർ കീഴിലല്ലോ. 1991 സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഭാഗമായി വളർച്ചയും സമ്പന്നതയുടെയും അളവിൽ വർധനവുണ്ടായെങ്കിലും സമ്പത്തിൻ്റെ വിതരണം കുറച്ചു പേരിൽ മാത്രമായിട്ട് ഒതുങ്ങി. നഗരഗ്രാമ വ്യത്യാസം, അതുപോലെ സ്ത്രീ പുരുഷ വ്യത്യാസം എന്നീ പ്രശ്നങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി. നേരത്തെ നമ്മൾ നഗരഗ്രാമ വ്യത്യാസം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ തൊഴിലിലും വേതന വിതരണത്തിലൊക്കെ സ്ത്രീ പുരുഷ വ്യത്യാസവും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി. കോർപ്പറേറ്റുകളും നഗരങ്ങളും കൂടുതലായിട്ട് ആഗോളവൽക്കരണത്തിൽ നിന്ന് പ്രയോജനം നേടി. അതായത് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആഗോളവൽക്കരണം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ എപ്പോഴും ആശയക്കുഴപ്പത്തിലായി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവരോടൊപ്പം എത്താൻ പോയിട്ട് അതിൻ്റെ ഭാഗമാവാൻ പോലും കഴിയാത്ത അവസ്ഥ വരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ കംപ്ലീറ്റ് പാഠഭാഗങ്ങൾ കേട്ടോ. ഇതോട് കൂടിയിട്ട് ആ പുസ്തകത്തിലെ പാഠഭാഗങ്ങൾ തീർന്നു. ഇനി നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്. സോഷ്യോളജിക്കാർക്ക് തേർഡ് സെമ്മിനുള്ള മിക്കവാറും എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഇവർക്ക് ഹ്യൂമാനിസം ആൻഡ് ലോജിക്കും ഇംഗ്ലീഷുമാണ് കയ്യിൽ നോട്ടുള്ളത്. ഇംഗ്ലീഷിൽ നല്ല ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള നോട്ട്സ് ഉണ്ട്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അതിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, താങ്ക്സ്.